സോഷ്യൽ മീഡിയയിൽ നിന്നും മുഴുവൻ സമയത്തേക്ക് മാറി നിൽക്കുകയാണെന്ന് അറിയിച്ച് നടി ഐശ്വര്യ ലക്ഷ്മി ഒരു നീണ്ട കുറിപ്പിലൂടെ ഇൻസ്റ്റഗ്രാം സ്റ്റോറിയിലൂടെയാണ് നടി ഇക്കാര്യം അറിയിച്ചത്. സമൂഹ മാധ്യമങ്ങൾക്ക് മാറിവരുന്ന ലോകത്തിൽ വ്യക്തികളുടെ ജീവിതത്തിൽ വളരെയധികം പ്രാധാന്യമുണ്ട്. ദൈനംദിന ജീവിതത്തിൽ സമൂഹ മാധ്യമങ്ങളിലൂടെ ഉറങ്ങുകയും ഉണ്ണുകയും ചെയ്യുന്ന ഒരു കൂട്ടം വ്യക്തികൾ നമുക്കൊപ്പമുണ്ട്. ഇന്ന് പലരുടെയും ജീവിതമാർഗം തന്നെ സോഷ്യൽ മീഡിയയാണ്. ലക്ഷങ്ങളാണ് ഇത്തരത്തിൽ പലരും സമ്പാദിക്കുന്നത്. നേപ്പാളിൽ നടന്ന ജൻസി പ്രക്ഷോഭത്തിലടക്കം സോഷ്യൽ മീഡിയയുടെ പ്രാധാന്യം എണ്ണി പറയുന്നു. ഇപ്പോഴിതാ സമൂഹ മാധ്യമങ്ങളിൽ നിന്നും പൂർണ്ണമായും വിട്ടുനിൽക്കാൻ തീരുമാനിച്ചെന്ന് പ്രഖ്യാപിച്ച് നടി ഐശ്വര്യ ലക്ഷ്മി രംഗത്തെത്തിയിരിക്കുകയാണ്. തന്നെ നിയന്ത്രിക്കുന്ന ഒന്നായ സമൂഹ മാധ്യമം മാറിയതിനെ തുടർന്നാണ് നടി ഇങ്ങനെ ചെയ്തത്. എന്റെ ജോലി തുടർന്നുകൊണ്ടു പോകുന്നതിന് സഹായമാകും എന്ന തോന്നലിലാണ് സോഷ്യൽ മീഡിയ അത്യാവശ്യമാണെന്ന ആശയത്തെ ഞാൻ അംഗീകരിക്കുന്നത്. ജോലി ചെയ്യുന്ന ഇൻഡസ്ട്രിയുടെ സ്വഭാവം പരിഗണിച്ച് കാലത്തിനനുസരിച്ച് മാറേണ്ട അത്യാവശ്യമാണെന്ന് ഞാൻ വിചാരിച്ചു. പക്ഷേ എന്നെ സഹായിക്കാൻ വേണ്ടി പിന്തുടർന്ന ആ സംഗതി എങ്ങനെയോ എല്ലാ പരിധികളും ലംഘിച്ച എന്നെ നിയന്ത്രിക്കുന്ന ഒന്നായി മാറി. അതെന്റെ ജോലിയെയും ഗവേഷണത്തെയും പൂർണ്ണമായും വഴിതിരിച്ചു വിട്ടു. എന്റെ എല്ലാ സ്വാഭാവികമായ ചിന്തകളും അത് കവർന്നെടുത്തു. എന്റെ ഭാഷയെയും വാക്കുകളെയും മോശമായി ബാധിച്ചു. ഒപ്പം എന്റെ എല്ലാ ചെറിയ ചെറിയ സന്തോഷങ്ങളെയും അതില്ലാതാക്കി. ഒരു സൂപ്പർനെറ്റിന്റെ താല്പര്യങ്ങൾക്കായി പ്രവർത്തിക്കാനും എല്ലാവരെയും പോലെ ഒരേ അച്ചിൽ എന്നെയും വാർത്തെടുക്കാനും ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഒരു സ്ത്രീ എന്ന നിലയിൽ ഒരുപാട് പരിശ്രമിച്ചാണ് സോഷ്യൽ മീഡിയയുടെ മോശം വശം മനസ്സിലാക്കുകയും ഇതെന്നെ കൺട്രോൾ ചെയ്യുന്നത് തടയാൻ പരിശീലിക്കുകയും ചെയ്തത്. കുറെ നാളുകളായി എന്റെ മനസ്സിൽ രൂപപ്പെട്ട ഒരു കാര്യമാണിത്. ഇന്നത്തെ കാലത്ത് ഗ്രാമിലില്ലാത്തവരെ ആളുകൾ പതിയെ മറക്കും എന്നറിയാമെങ്കിലും ആ റിസ്ക് എടുക്കാൻ ഞാൻ തയ്യാറായി. അതുകൊണ്ട് എന്നിലെ കലാകാരിയും എന്നിലെ കൊച്ചു പെൺകുട്ടിയും അവളുടെ നിഷ്കളങ്കതയോടും മൗലികതയോടും നിലനിർത്താൻ പൂർണ്ണമായും സോഷ്യൽ മീഡിയയിൽ നിന്ന് വിട്ടുനിൽക്കുക എന്ന ശരിയായ കാര്യം ചെയ്യാൻ ഞാൻ തീരുമാനമെടുക്കുകയാണ്. ഇതിലൂടെ എനിക്ക് കൂടുതൽ അർത്ഥവത്തായ ബന്ധങ്ങളും സിനിമയും ജീവിതത്തിൽ ഉണ്ടാക്കാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നു. നല്ല സിനിമകൾ ചെയ്യുകയാണെങ്കിൽ ഇനിയും എനിക്ക് പഴയതുപോലെ സ്നേഹം വാരിക്കോരി തരാൻ മറക്കരുത്. സസ്നേഹം ഐശ്വര്യ ലക്ഷ്മി. ഇങ്ങനെയാണ് കുറിപ്പ് അവസാനിക്കുന്നത്. എന്റർടൈൻമെന്റ് ഡെസ്ക്, സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.